ഹലോ ഹായ് അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്നെന്തുണ്ടാക്കുന്നത് ചിക്കൻ ആലൂട്ടിൽ കറി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ 1 കിലോ കോഴി എടുത്തിന്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടില്ലേ സൺഫ്ലവർ മിക്സാക്കിയിട്ട് ഒരു സൈഡിൽ എടുക്കണം. അതൊരു സൈഡിൽ മിക്സാക്കിയിട്ട് വെച്ച് പിന്നെ ഞാനില്ലേ 3 ചെറിയ ഉള്ളി എടുത്തിന് മിക്സാക്കിയിട്ട് കൊടുത്ത് പിന്നെ എണ്ണയ്ക്ക് 3 ഉള്ളി മുറിച്ചത് തിളുപ്പില മുറിച്ചതിടണം. അതിനില്ല ഇളക്കിരി കൊടുക്കണം. ഇളക്കിരി കൊടുത്ത് പിന്നെ ഇല്ലേ 1 സ്പൂണ് ജീരകം ഇടണം. ഫുൾ 1 സ്പൂണ് ജീരകം, 1 സ്പൂണ് പൊടിസോപ്പും എത്ര ഇട്ടിട്ട് കൊടുക്കണം. കൊടുത്ത് പിന്നെ ഇല്ലേ 2-3 പച്ചമുളക് ഇട്ടിട്ട് കൊടുക്കണം. പച്ചമുളക് ഇട്ടിട്ട് എടുത്ത് പിന്നെ ഇത് പറങ്ങട്ടയില്ലേ പറങ്ങട്ടൻ്റെ കാജുവിൻ്റെ പൗഡർ ഇടി കാജുണ്ടെങ്കിൽ ഇടി 8-10 ഇടാം. പിന്നെ 3 തക്കാളി ഇട്ടിട്ട് കൊടുക്കണം. 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതേമാതിരി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടുതലിടണം. പിന്നെ കോഴിക്കൂട്ടിനല്ല പിന്നെ ഇളക്കിയിട്ട് നല്ല കൊടുത്ത് പിന്നെ നല്ല ഇതേമാതിരി കളറായി പിന്നെ മിക്സി കിട്ടിയിട്ട് അരച്ചിട്ട് എടുക്കണം. പിന്നെ ഞാൻ 3 ആലു എടുത്തിന്, ആലുവിനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. കാച്ചിയിട്ട് ഇതേമാതിരി എണ്ണക്കത്ത് ഇത്ര മസാല അരച്ചിട്ട് എടുക്കണം. പിന്നെ ഈ ആലുവിനെ ഫ്രൈ ആക്കിയിട്ട് എടുത്ത് പിന്നെ ചിക്കൻ ഇടണം. കോഴി നല്ല എണ്ണയിൽ കുറച്ച് കാഞ്ഞി കിട്ടിയ പിന്നെ അരച്ചിട്ട് വെച്ച മസാല ഇല്ലേ മസാലനിട്ടിട്ട് വെക്കണം. നമ്മളിപ്പോൾ തക്കാളി ഉള്ളിയെല്ലാം അരച്ചിട്ട് വെച്ചത് മസാലനിട്ടിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. ഇതേമാതിരി വെള്ളം വേവിക്കാൻ പാടില്ല. മസാല ഇതേ കളറായ പിന്നെ കുറച്ച് വേണം മിക്സി കയറ്റി വെള്ളം ഒഴിച്ചിട്ട് എടുക്കണം. ഇതേമാതിരി പിന്നെ അതിൻ്റെ മേൽക്ക് 1 സ്പൂണ് ഗരം മസാലയും 2 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയും. മുളക് പൊടി കൂടുതൽ എരിവുള്ളവർക്ക് കൂടുതലിട്ടാലും മോശമില്ല, 1 സ്പൂൺ ഇട്ടാലും എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടണം. പിന്നെ അതിനെ മിക്സാക്കിയിട്ട് കൊടുത്ത് പിന്നെ ദഹി ഇടണം. ഒരു 50 ഗ്രാംസ് ദഹി ഇടണം, പുളിയില്ലാതെ. അതിനിട്ടിട്ട് കൊടുക്കണം. അതിനിട്ട് നല്ല മിക്സാക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. ഇതേമാതിരി ഇളക്കിയിട്ട് കൊടുത്ത് പിന്നെ വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് കൊടുത്താൽ കഴിഞ്ഞാൽ കുറച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിന് ഇതേമാതിരി. പിന്നെ മുകളിലേക്ക് കൊത്തമീർ ഇട്ടിട്ട് കൊത്തമീർ വെന്ത പിന്നെ തീ ഓഫ് ചെയ്യണം. റെഡിയായി ആലു ചിക്കൻ കറി. പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും.